മാത്സിലുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 8-ലെ രണ്ടാമത്തെ ചാപ്റ്റർ ത്രികോണങ്ങൾ, ട്രയാങ്കിൾസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആ പാഠഭാഗത്തിലെ സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് രണ്ട് ത്രികോണങ്ങൾ തുല്യമാവുന്നത് എപ്പോഴാണ്, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ആംഗിളുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, രണ്ട് കോണുകൾ തുല്യമായാൽ എന്തായിരിക്കും, അവയ്ക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും എന്നുള്ള പ്രത്യേകതകൾ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് തൊട്ട് മുമ്പുള്ള വീഡിയോകളിൽ ചെയ്തത്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളുടെ പ്രത്യേകതയാണ്. നോക്ക്, ഇവിടെ ABC എന്ന് പറയുന്ന ഒരു ത്രികോണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ AB എന്ന് പറയുന്നത് ഉദാഹരണത്തിന് 8 സെന്റിമീറ്റർ തന്നു, AC-യും 8 സെന്റിമീറ്റർ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ചെറിയൊരളവാണ് എങ്കിൽ ഈ ട്രയാങ്കിളിന്റെ പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. അപ്പൊ ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ എ ട്രയാങ്കിൾ ഹാവിംഗ് 2 സൈഡ്സ് ആർ ഈക്വൽ, then it is called, the triangle is called isosceles triangle. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമായാൽ ആ ത്രികോണത്തിന്റെ പേരാണ് സമപാർശ്വ ത്രികോണം. ഓക്കെ, ഇത് നമ്മൾ ഡെഫിനിഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകതകൾ, ഈ ത്രികോണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകതകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിക്കോളൂ. ഈ ത്രികോണത്തില് PQR എന്ന് പറയുന്ന ത്രികോണത്തില് ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾക്ക് പറയേണ്ടത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ഒരു 5 സെന്റിമീറ്റർ ഉണ്ട് വിചാരിക്കുക, ഇതൊരു 5 സെന്റിമീറ്റർ ഉണ്ട് എന്ന് കരുതുക. എങ്കിൽ ഇത് 40 ഡിഗ്രി അല്ലെങ്കിൽ 70 ഡിഗ്രി ആണ് എങ്കിൽ ഇതും 70 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് 60 ഡിഗ്രി ആണ് എങ്കിൽ ഇതും 60 ഡിഗ്രി ആയിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാല് ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. If a triangle is isosceles, then 2 angles of it is also equal. രണ്ട് കോണുകൾ തുല്യമായിരിക്കും. ഈ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഒരു ട്രയാങ്കിളിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞത് ആംഗിൾ ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ട്രയാങ്കിൾസിലെ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. രണ്ട് ട്രയാങ്കിൾസിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ രണ്ട് ത്രികോണങ്ങളെ വെച്ചിട്ടാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ഒരു ത്രികോണത്തിന്റെ തന്നെ രണ്ട് വശങ്ങൾ തുല്യമായാൽ അവയ്ക്ക് തൊട്ട് താഴെ വരുന്ന ആംഗിൾ, കോണുകൾ തുല്യമായിരിക്കും. ഇത് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും? നോക്കാം. ഇവിടെ ഞാൻ ഒരു കുത്തന ഒരു വര, ഇവിടെ നിന്ന് ഇതിന്റെ മിഡ് പോയിന്റ് എടുത്തിട്ട്, ഉദാഹരണത്തിന് ഇത് ഒരു 12 സെന്റിമീറ്റർ ഉണ്ട് കരുതുക. ഇത് 12 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കൃത്യം 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു പോയിന്റ് ഇടുക. എന്നിട്ട് ഈ പോയിന്റും ഇതിന്റെ ഈ വെർട്ടെക്സ് ഇതും കൂടെ നമ്മൾ ഒന്നിച്ചിട്ട് അത് നേരെ യോജിപ്പിക്കുന്നുവെന്ന് കരുതുക. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് യോജിപ്പിക്കുന്നുണ്ടെന്ന് കരുതുക. അപ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതിനെ ഇങ്ങനെ മടക്കി വെച്ചാൽ, ഇതൊരു കാർഡ്ബോർഡിലുള്ള ഫിഗർ ആണെന്ന് വിചാരിക്കുക, ചിത്രമാണെന്ന് വിചാരിച്ചാൽ, കാർഡ്ബോർഡ് ആണെങ്കിൽ ആ കാർഡ്ബോർഡ് ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ സൈഡ് കറക്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ പോയി നിൽക്കും, ഈ സൈഡ് കറക്റ്റ് ആയിട്ട് ഇവിടെ പോയി നിൽക്കും, പിന്നെ നമ്മൾക്ക് ഈ സൈഡ് ഇങ്ങനെ മടങ്ങിയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമായിട്ട് വന്നു എന്നാണ്. അപ്പൊ രണ്ട് ത്രികോണങ്ങളും തുല്യായാലുള്ള പ്രത്യേകത എന്താണ്? രണ്ട് ട്രയാങ്കിളുകൾ തുല്യായാല് ആ രണ്ട് ട്രയാങ്കിളുകളുടെ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോ നമുക്ക് കിട്ടും, നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതാ, നോക്കിക്കോളൂ, ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡും ഇപ്പുറത്തെ ത്രികോണത്തിന്റെ ഈ സൈഡും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതിന് വരുന്ന അതേ ആംഗിൾ തന്നെയാണ് ഇതിനും വരിക. ഞാൻ കുട്ടികൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഈ ചിത്രത്തിനെ ഒന്നുകൂടെ മാറ്റി വരയ്ക്കാം. ഇത് രണ്ടും കൂടെ ഒറ്റ വരയല്ലേ ഉള്ളത്. ആ വരയെ ഞാൻ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ, ഇങ്ങോട്ട് 5 സെന്റിമീറ്റർ എന്ന് ഇതിനെ നമ്മൾ എഴുതിയാല് ഇതിനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് എഴുതുമ്പോൾ ഇതിനെ അതേ ഹൈറ്റിൽ ഇവിടെ വരച്ചു. ഇങ്ങനെ റൈറ്റിലുള്ള ട്രയാങ്കിള്
നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് 6 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ. നോക്ക്, ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമായിരിക്കും. എന്തുകൊണ്ട്? ഇത് 5, ഇത് 5, ഇത് 6, ഇത് 6. അപ്പൊ ഇതും ഇതും എങ്ങനെയായിരിക്കും? ഈക്വല്. കാരണം ഇതാ ഒറ്റ ഒന്നിനെ തന്നെ രണ്ട് കഷ്ണാക്കിയാണ്. ഇത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 4, ഇത് 8 ആണെങ്കിൽ 8, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ സൈഡും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ എന്ത് കിട്ടി? ഈ കോണും നമുക്ക് ഈസി ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ബേസ് ആംഗിൾസ്, താഴെ വരുന്ന കോണുകൾ ഈക്വൽ ആയിരിക്കും. ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. ഐഡിയ മനസ്സിലായല്ലോ? കുത്തനെ വരച്ചിട്ട് ഇതേമാതിരി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ തരത്തിൽ കിട്ടും. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇത് രണ്ടും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇത് നേരെ ഇവിടുന്ന് വരക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും എന്തായി? നമ്മളിപ്പം നടുക്കൊരു പോയിന്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇതേമാതിരി മടക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് അല്ലെ? ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു പോയിന്റ് ഇവിടത്തേക്ക് ഇട്ടിട്ട് ഈക്വൽ ദൂരമായിട്ടാണ് മടക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വന്നത്. ഇനി നേരെ തിരിച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഈ ആംഗിൾ 90 ഡിഗ്രി ഉണ്ടാവും. 90 ഡിഗ്രി കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. അപ്പോൾ രണ്ട് തരത്തിൽ പറയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വര വരച്ചാല് ഐസോസെലസ് ട്രയാങ്കിളില് ഈ സൈഡ് രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് മാറും. രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് മാറുന്നത് പറയാൻ പറ്റും. ഇനി തിരിച്ചിട്ട് പറയാ, ഈ ഇങ്ങനെ ഇങ്ങോട്ട് വരക്കുന്ന ലൈൻ, ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഈ സൈഡിലേക്ക് വരക്കുന്ന ലൈൻ, ഈ ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ലംബമാണെങ്കിൽ ഈ താഴത്തെ വരയെ അത് പകുതിയായിട്ട് ഈക്വൽ ഹാഫുകളാക്കിയിട്ട് മാറ്റും. തിരിച്ചു പറയുമ്പോഴോ, ഇങ്ങനെ വരക്കുന്ന ലൈൻ ഈ താഴെയുള്ള വരയെ രണ്ട് ഈക്വൽ ഹാഫ്, രണ്ട് തുല്യ പകുതികളാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ഈ വര പെർപെൻഡിക്കുലർ ആയിരിക്കും, അതായത് ലംബവും ആയിരിക്കും. ലംബമാണെങ്കിൽ പകുതിയാക്കും, പകുതി ആകുന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ലംബമായിരിക്കും. ആ പ്രോപ്പർട്ടി കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കി വെക്കുന്നത്? ഒന്നുകൂടെ പറയാം. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അവയുടെ താഴെ വരുന്ന ഈ സൈഡിൽ വരുന്ന ഈ ആംഗിള്, ഈ സൈഡിൽ നിന്ന് എവിടെ വരുന്ന ഈ ആംഗിൾ, അത് രണ്ടും തുല്യായിരിക്കും. അത് തുല്യാന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് എന്താ? ഇതിന്റെ നടുവിലൊരു പോയിന്റ് ഇട്ടിട്ട് നമ്മൾ ഒരു ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നടുക്ക പോയിന്റ് ഇടുന്നത്. അപ്പൊ ഈ ദൂരവും ഈ 6, 5 എന്നൊക്കെ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ഓക്കെ, ഈ 6, ഇനി 6, 5 എന്ന് പറയണ്ട. ഈ സൈഡും ഈക്വല്, ഈ സൈഡും ഈക്വല്. കാരണം ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മൾ ഇതിനെ എം എന്ന് പറയുന്നത് നമ്മൾ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കുന്ന വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ സൈഡും തുല്യം കിട്ടും. പിന്നെയോ ഈ സൈഡ് രണ്ടെണ്ണത്തിലും ഉള്ളത്, അപ്പൊ അതും നമുക്ക് കിട്ടി. അപ്പൊ ഈ ത്രികോണവും ഇപ്പോഴത്തെ ത്രികോണത്തിന്റെ പേര് ത്രികോണം PQM സമം നമുക്ക് എന്തെഴുതാം? PQM സമം PRM. ത്രികോണം ട്രയാങ്കിൾ PRM എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പറയാനുള്ള കാരണം ഇത് രണ്ടും സൈഡ് ഈക്വല് ഐസോസെലസ് പറഞ്ഞതുകൊണ്ട്, ഓക്കെ, ഐസോസെലസ് എന്ന് പറഞ്ഞത് കൊണ്ട് ഈ സൈഡ് തുല്യം M മിഡ് പോയിന്റ് ആയിട്ട് എടുത്തത് കൊണ്ട് ഇത് അതിന് തന്നെ തുല്യം. അതിന്റെ കാരണം എന്താ? കോമൺ ആയിട്ടുള്ള സൈഡല്ലേ ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ 3 സൈഡും ഇപ്പുറത്തെ ട്രയാങ്കിളിന്റെ 3 സൈഡും തുല്യമായോണ്ട് രണ്ട് ത്രികോണങ്ങളും ഈക്വൽ എന്ന് കിട്ടി. രണ്ട് ത്രികോണങ്ങളും തുല്യാന്ന് കിട്ടിയാല് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ തുല്യം. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും PQ ഈക്വൽ ടു PR ആയതുകൊണ്ട് നമുക്ക് എഴുതാം. ഏത് ആംഗിൾ എഴുതാം? ആംഗിൾ R ഈക്വൽ ടു ആംഗിൾ Q എന്ന് എഴുതാൻ പറ്റും. ആംഗിൾ R ഈക്വൽ ടു ആംഗിൾ Q. കാരണം എന്താ? PQ PR തുല്യം, അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ഇത്. ഓക്കെ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? പറഞ്ഞത് തന്നെ വേറൊരു തരത്തിൽ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചാല് ഈ സൈഡ്, താഴെയുള്ള സൈഡ് 50-50 ആവും.
അതായത് അതിന് ആ പോയിന്റിനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. എന്തെഴുതാ? പി എം പെർപെൻഡിക്കുലർ, ലംബം എന്നില്ലെങ്കിൽ ഇങ്ങനെയാണ് ചിഹ്നം, പെർപെൻഡിക്കുലർ ടു അല്ലെങ്കിൽ ലംബമാണ് ക്യു ആർ. നമ്മൾ വരച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് കിട്ടുന്നത് ക്യു എം ഈക്വൽ ടു എന്ത് കിട്ടും? എം ആർ എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇത് ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. ഇതെന്താണ്? രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. കുത്തനെ വരച്ചാൽ പകുതി പകുതി ആവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഈ പറഞ്ഞത് തന്നെ വേറൊരു തരത്തിൽ പറയും. എന്താണത്? ക്യു എം എന്ന് പറയുന്നത് എം ആർ ആയാൽ, ശ്രദ്ധിക്കുക കുട്ടികളെ, if QM ഈക്വൽ ടു എം ആർ നമുക്ക് എന്ത് ചെയ്യാം? എങ്കില് PM ലംബമാണ് ആർക്ക്? QR. അതായത് ഇത് തന്നെ തിരിച്ചു പറഞ്ഞത്. QM MR തുല്യമായാൽ, നോക്കിയ കുട്ടികളെ, QM MR തുല്യമായാൽ ഈ വരക്കുന്ന വര പെർപെൻഡിക്കുലർ. രണ്ടാമത് പറഞ്ഞത് എന്താ? VM ഈ വര ഈ ലൈനിന് കുത്തനെ വന്നാല് ഈ താഴത്തെ സൈഡിനെ ഇത് 50-50 ആക്കി മാറ്റും. ഓക്കെ, ആദ്യം പറഞ്ഞത് എന്താ? രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അവയ്ക്കെതിരെ വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ മൂന്ന് പ്രോപ്പർട്ടിയും നമ്മൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞ ഐഡിയ മനസ്സിലായല്ലോ. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇങ്ങനെ നമുക്ക് ഒന്ന് തരുന്നു, ഇത് ഈ സൈഡും ഈക്വൽ, ഞാൻ സൈഡ് തരാം. ഇതിനെ ഞാൻ 7 സെന്റിമീറ്റർ, ഇതും 7 സെന്റിമീറ്റർ. നോക്കൂ, ഇത് 50 ഡിഗ്രിയാണ് എങ്കിൽ ഇതിന്റെ മറ്റേ ആംഗിൾ എല്ലാം കാണാൻ പറ്റുമോ? സോ ഈസി. 7-നെതിരെയാണ് 50 ഡിഗ്രി. അപ്പൊ ഈ 7-നെതിരെ എത്ര വരും? 50 ഡിഗ്രി വരും. ഓക്കെ, പിന്നെ ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇത് കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ? 50 50 100, 100 കഴിച്ചാൽ ബാക്കി എത്ര കിട്ടും? 80. കാരണം എന്താ? ത്രികോണത്തിന്റെ 3 കോണും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്രയാ കിട്ടുക? 180 ഡിഗ്രി. ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ ആ തരത്തിൽ നമ്മൾക്കൊന്ന് കണ്ടുപിടിക്കാൻ അറിയണം. വേറൊരു തരത്തിലും ചോദ്യം വരാം. എന്താണ് ചോദ്യം? എങ്ങനെയാ വരിക? ഇതിൽ ഞാൻ പറഞ്ഞുതരാം. നോക്ക്, ഈ ആംഗിള് ഇപ്പൊ നമുക്ക് തരുന്നത് 40 ഡിഗ്രി എങ്കില് ഇതെത്ര എന്ന് ചോദിക്കുന്നു. ശ്രദ്ധിക്കുക കുട്ടികളെ, ഈ സൈഡും ആണ് ഈക്വൽ. 8 തന്നത് എന്ന് വിചാരിച്ചോ. എങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ, തുല്യായിരിക്കും. ഇതെത്രയാണ്? 40 ഡിഗ്രി. ബാക്കി എത്ര വരും? 180-ൽ നിന്ന് 40-നെ കുറക്കുക. ബാക്കി എത്ര കിട്ടും? 140. ഈ 140 രണ്ടാക്കും ഈക്വൽ ആയിട്ട് വീതിക്കുക. അപ്പൊ എത്ര കിട്ടും? 70. അപ്പൊ ഇതെത്ര? 70. ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങള് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരും. നമുക്കത് ചെയ്ത് പഠിക്കാം. ഓക്കെ, പേജ് 32-ല് 4 ക്വസ്റ്റ്യൻസ് അവിടെയുണ്ട്. അപ്പൊ ഓരോ ചോദ്യത്തിലും അവർ പറഞ്ഞിട്ടുണ്ട് ഈ 4 ട്രയാങ്കിൾസും ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് 4 ത്രികോണങ്ങളും സമപാർശ്വ ത്രികോണങ്ങളാണെന്ന് ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് 2 സൈഡുകൾ ഈക്വൽ ആണ്. അപ്പൊ നമ്മളിപ്പോൾ അറിയേണ്ടത് 2 സൈഡുകൾ ഈക്വൽ ആയി വന്നാൽ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഈ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ഈ ചിത്രം കാണുന്ന സമയത്ത് ഐസോസെലസ് ആയതുകൊണ്ട് ഏറ്റവും വലിയ സൈഡ് ഇതാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ, ഞാൻ ഒരു അടയാളം ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഇത് 30 ഡിഗ്രി ആവുമ്പോൾ ഇത് എത്ര വരും? 30 ഡിഗ്രി. അതിന്റെ റീസൺ നിങ്ങൾക്കറിയാം. അതായത് ഇതിന് ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി എങ്കിൽ ഇതിനും ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. 30 കൂട്ടിയാൽ നമുക്ക് 60 കിട്ടും. അപ്പൊ ഈ മൂന്നാമത്തത് എത്ര കിട്ടും? ഇത് 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 കിട്ടും. 30ഉം അതേപോലെ 30ഉം ഇതും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. 30 60 കഴിച്ച് ബാക്കി 120. നമുക്ക് ആൻസർ 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇതിന്റെ വിടുന്ന ആംഗിള് 120 ഡിഗ്രി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ഇനി ഇവിടെ നോക്കുക, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇതിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏതെല്ലാം സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ട് വരുന്നതെന്ന്. ഇത് ചെറിയ സൈഡാണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള സൈഡിനെ ഞാൻ ഓരോരോ വരയിട്ടിട്ട് ഒരുപോലെയാണെന്ന് മനസ്സിലാക്കിക്കുന്നു. അതിനുശേഷം ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ 2 സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും ഈക്വൽ ആണ്. ഈ 2 കോണുകൾ തുല്യാണ്. നോക്കൂ,
ഈ 3 കോണുകളും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. അപ്പൊ 180 ഒരു ആംഗിൾ നമുക്ക് 40 തന്നിട്ടുണ്ട്. അപ്പൊ 180 നിന്ന് 40 കുറച്ചാൽ നമുക്ക് 140 കിട്ടും. ഈ 140 ആരുടേതായിരിക്കും? 140. ഈ 2 ആംഗിളും കൂട്ടി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് രണ്ടും തുല്യമായതുകൊണ്ട്, ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ഈ 140 നിന്ന് ഈ ഓരോ ആംഗിളും കണ്ടുപിടിക്കാൻ ഇതിന്റെ പകുതി എടുത്താൽ മതി, അതായത് ഹാഫ്. 70 70. അപ്പൊ ഈ ആംഗിള് 70 ഡിഗ്രി, ഈ ആംഗിള് 70 ഡിഗ്രി. ഓപ്പോസിറ്റ്, ഈ സൈഡ് ഈക്വൽ, ഈ ആംഗിൾ ഈക്വൽ, ഈ സൈഡ് ഈക്വൽ, ഈ ആംഗിൾ ഈക്വൽ. ഓക്കെ, മൂന്നും കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 180 കിട്ടും. മര്യാദ മനസ്സിലാക്കിയിട്ട് തന്നെ കുട്ടികൾ പഠിക്കുക. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ 100 ഡിഗ്രി തന്നിട്ടുണ്ട്. ഏതെല്ലാം സൈഡ് ഈക്വൽ ആണെന്ന് ചിത്രം നോക്കി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കാണാൻ കഴിയും, ദാ ഈ സൈഡും ഈ സൈഡും ഈക്വൽ. ഇത് ഏറ്റവും വലുതാണ്. അപ്പൊ ഇത് രണ്ടാണ് ഈക്വൽ ആയിട്ട് വരുന്നത്. നോക്കൂ, അപ്പൊ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയിട്ട് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഉടൻ തന്നെ അതിന്റെ ആംഗിൾ മാർക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ഓപ്പോസിറ്റ് വരുന്ന, എതിര് വരുന്ന ആംഗിളും ഇതിന് വരുന്ന ആംഗിൾ, കോണുകളും തുല്യം. ഇത് 100 100 ഈ ബാക്കി രണ്ടെണ്ണം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 നിന്ന് 100 കുറക്കുക, ബാക്കി നമുക്ക് എത്ര കിട്ടും? 80 ഡിഗ്രി കിട്ടും. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 80 ഡിഗ്രി കിട്ടും. അപ്പൊ രണ്ടും തുല്യമാണ്. അപ്പൊ 80 തുല്യമായിട്ട് വരുമ്പോ എത്ര കിട്ടും? 40 ഡിഗ്രി 40 ഡിഗ്രി എന്ന് എഴുതാം. അപ്പൊ ഇത് 40 ഡിഗ്രിയാണ്, ഇതും 40 ഡിഗ്രിയാണ്. ഓക്കെ, ഒരാംഗിൾ കിട്ടിയാൽ ബാക്കി രണ്ടാംഗിളും ടോട്ടൽ എത്ര വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ നേരെ ഹാഫ് ഹാഫ് എടുത്താൽ ഈച്ച് ആംഗിൾ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ നോക്കുക, ആംഗിള് ഇങ്ങനെ 100 നോ 40 നോ ഒന്നും ഇവിടെ തന്നിട്ടില്ല, മറിച്ച് ഇങ്ങനെയുള്ള തന്നിട്ട് ഈ ഒരു അടയാളം ഇട്ട് തന്നിട്ടുണ്ട്. കുട്ടികൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ളൊരു അടയാളം ഇട്ട് കഴിഞ്ഞാൽ അത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിക്ക് മാത്രമാണ് ഇങ്ങനെ ആംഗിളിനെ മാർക്ക് ചെയ്യുക. ബാക്കി എല്ലാ ആംഗിളിനും എങ്ങനെ ചെയ്യുക? ഈ മോഡലാണ് മാർക്ക് ചെയ്യുക. മനസ്സിലാക്കി വെക്കണേ. നോക്കൂ കുട്ടികളെ, ഇതാ ഇങ്ങനെ വരുമ്പം ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. എന്നാൽ 90 ഡിഗ്രി വരുന്നതിന് ഈ ടൈപ്പിലാണ് മാർക്ക് ചെയ്യുക. അപ്പൊ ഇത് 90 ഡിഗ്രിയാണ്. ഏതെല്ലാം സൈഡാണ് ഈക്വൽ? ഈ സൈഡും ഈ സൈഡും, കാരണം ഇത് ഏറ്റവും വലിയ സൈഡാണ്. ഓക്കെ, അപ്പൊ ഇത് 90 ആയതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 നിന്ന് 90 കുറച്ചത് കിട്ടും. അത് എത്രയാണ്? 90 തന്നെ. പക്ഷെ ഈ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും, കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ 90 പകുതി പകുതിയാക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 45 ഡിഗ്രി 45 ഡിഗ്രി. ഇത് 45 ഡിഗ്രി, ഇതും 45 ഡിഗ്രി. അപ്പൊ ഇതേപോലെ ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ തന്നാൽ ഇവിടെയുള്ള ആംഗിൾ തന്നാൽ ഇത് കണ്ടുപിടിക്കാനും, അതുപോലെ ഇതിലത്തെ ഈക്വൽ ആയിട്ടുള്ള ഒരു ആംഗിൾ തന്നാൽ മറ്റേ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് തേർഡ് ആംഗിൾ, മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കാനും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നമ്മൾ നോക്കുക, ഈ ഒരു ട്രയാങ്കിൾ ത്രികോണം നോക്കുക. ഇവിടെ ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെന്റിമീറ്റർ, ഇതും 5 സെന്റിമീറ്റർ. അതായത് ഇതിന്റെ ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ പ്രത്യേകത എന്താ? നേരത്തെ ഇങ്ങനെയാണ് പഠിച്ചത്, 2 സൈഡുകൾ ഈക്വൽ ആവുന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇപ്പോഴും 3 സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള ഈ ട്രയാങ്കിളിന്റെ പേരാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, മലയാളത്തിലാണ് പറയുന്നതെങ്കിൽ അതിനെ പറയാ സമഭുജ ത്രികോണം. സമഭുജ ത്രികോണം. അപ്പൊ സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഒരു ട്രയാങ്കിളിന്റെ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും ആ ട്രയാങ്കിള് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഒരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമായാൽ നമ്മൾ പറയും ആ ത്രികോണത്തെ സമഭുജ ത്രികോണം. നോക്കൂ കുട്ടികളെ, ഇവിടെ നേരത്തെ 2 സൈഡ് ഈക്വൽ ആവുമ്പോൾ നമ്മൾ പറഞ്ഞത് ആ 2 സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. സൈഡുകൾ ഈക്വൽ ആകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നോക്കുക, 3 സൈഡ് ഈക്വൽ ആണ്. അപ്പൊ എന്തായിരിക്കും? ഈ സൈഡിന് നേരെ ഏത് ആംഗിൾ ആണോ വരുന്നത് അതേ ആംഗിൾ തന്നെ ഈ സൈഡിന് വരും, അതേപോലെ തന്നെ ഇവിടെയും വരും. അപ്പോ ടോട്ടൽ എത്രയാണ്? 3 ആംഗിൾ കൂട്ടിയാ കിട്ടുക 180 ആണ് കിട്ടുക. ആ 180നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 60 ഡിഗ്രി കിട്ടും ഓരോ ആംഗിളും. അപ്പോൾ നമ്മൾക്ക് പറയാൻ പറ്റും ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിലെ, ശ്രദ്ധിക്കുക, ഒരു ഇക്വലാറ്ററൽ ഒരു സമഭുജ ത്രികോണത്തിന് ഓരോ ആംഗിളും ഓരോ കോണുകളും 60 ഡിഗ്രി വീതമാണ്. ഈച്ച് ആംഗിൾ ഈസ് 60 ഡിഗ്രി ഇൻ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. സമഭുജ ത്രികോണത്തിൽ
ഓരോ കോണും 60 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കണം. കൂടാതെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് കൂടി മനസ്സിലാക്കണം. ഇനി വീണ്ടും നമ്മൾ ഐസോസെലസ് ട്രയാങ്കിള് സമപാർശ്വ ത്രികോണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് ഒരു ത്രികോണത്തിന്റെ 2 സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ത്രികോണം, 2 വശങ്ങൾ തുല്യമായിട്ടുള്ള. ഇപ്പൊ ഈ ത്രികോണം ഐസോസെലസ് ആണെങ്കിൽ ഈ സൈഡും ഈക്വൽ ആണെന്ന് കരുതുക. ഇത് 2 തുല്യമാണെന്ന് കരുതുക. അതായത് എ ബിയും എ സിയും ഈക്വൽ ആണെന്ന് കരുതുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചത് എന്താ വെച്ചാൽ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ വശങ്ങൾക്കെതിരെയുള്ള ആംഗിളുകൾ തുല്യമാണെന്ന് നമ്മൾ പഠിച്ചു. അത് നമ്മൾ ഇങ്ങനെ കുത്തനെ വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 2 ട്രയാങ്കിൾ ഒരേപോലെ ആക്കിയിട്ട് മടക്കി വെച്ചിട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി തിരിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഒരു ത്രികോണത്തിന്റെ 2 കോണുകൾ തുല്യമാണെങ്കിൽ ഈ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. ഏത് പറഞ്ഞ മാതിരി 2 വശങ്ങൾ തുല്യമാണെങ്കിൽ ആംഗിൾ തുല്യമാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതേപോലെ 2 ആംഗിളുകൾ തുല്യമാണെങ്കിൽ ഈ കോണിന് നേരെയുള്ള ഈ സൈഡും ഈ ആംഗിളിനെതിരെയുള്ള ഈ സൈഡും തുല്യം ആയിരിക്കുന്നതാണ് നമുക്കിനി മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ ഇവിടത്തേക്ക് വരയ്ക്കുക. ഇവിടത്തേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, എന്താണ് കിട്ടുക, ഇങ്ങനെ ലംബം പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടത്തേക്ക് മിഡ് പോയിന്റിലേക്കാണ് നമ്മൾ വരക്കുന്നതെങ്കിൽ, ഈ സൈഡിന്റെ മധ്യബിന്ദുവിലേക്കാണ് നമ്മൾ വരക്കുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടും ഈ ആംഗിളും നോക്കൂ, ഈ ആംഗിളും നമുക്ക് തുല്യം. കാരണം ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെന്നാ തെളിയിക്കേണ്ടത്, ഈ സൈഡ് തുല്യം എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ തന്നിട്ടുണ്ട് എന്ത്, 2 കോണുകൾ തുല്യമാണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതും നമുക്ക് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. നോക്കൂ കുട്ടികളെ, ഇതാ ഈ സൈഡ് 2 ട്രയാങ്കിളിലും ഉള്ളതാണ്. ഈ സൈഡ് 2 ഇപ്പുറത്തെ ട്രയാങ്കിളിലുണ്ട്. നോക്കൂ, ഇത് നമുക്ക് നേരെ കുത്തനെ വരച്ചുകൊണ്ട് ഇത് 90 ഡിഗ്രിയിലാണ് എന്താവുക, ഈ സൈഡ് നമുക്ക് കിട്ടുന്നത് 90 ഡിഗ്രി. കാരണം നടുക്കേക്കുള്ള പോയിന്റിലാണ് നമ്മൾ വരച്ചത്. നടുക്കുള്ള പോയിന്റിൽ വരച്ചത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള സൈഡും ഈക്വൽ ആണ്. ഇവിടുന്ന് ഇവിടത്തേക്കും തുല്യം. അപ്പൊ നോക്കിക്കോ നിങ്ങൾ, ഈ സൈഡ് അതിനിടയിലുള്ള ആംഗിള്, ഈ സൈഡ് അതിനിടയിലുള്ള ആംഗിള് തുല്യം. അപ്പോൾ ഈ 2 ത്രികോണങ്ങളും നമുക്ക് എന്ത് കിട്ടും, തുല്യം എന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് നോക്കിക്കോളൂ. ഇതാ ഇവിടെ നമുക്ക് നോക്കിക്കാം, ഇതും ആംഗിൾ തുല്യമായതുകൊണ്ട് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും ഈക്വൽ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതും ഈക്വൽ, കാരണം ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്നതാണ് ഇത്, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്നതാണ് ഇത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഒരു ത്രികോണത്തിന്റെ 2 കോണുകൾ തുല്യമാണെങ്കിൽ ആ കോണിനെതിരെ വരുന്ന ത്രികോണത്തിന്റെ വശങ്ങളും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് പറയേണ്ടത്. ആംഗിൾസ് തുല്യമായാൽ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ, 2 ആംഗിൾസ് ഈക്വൽ ആയാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. 2 കോണുകൾ തുല്യമായാൽ എതിർവശങ്ങൾ തുല്യം. അത് ഒരു പോയിന്റ്. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, 2 സൈഡ്സ് തുല്യമായാൽ, 2 സൈഡ്സ് ഈക്വൽ ആയാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വല്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്ന് തിരിച്ചും മറിച്ചും പറയുന്ന കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. അതിന്റെ ഫാക്ട് മാത്രം നമുക്ക് തൽക്കാലം മതി. അതുകൊണ്ട് അത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി എന്താണ് പറയാൻ പോകുന്നറിയോ, ഇവിടെ ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ 2 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ ഇവിടെ നിന്ന് ഈ 2 തുല്യ സൈഡും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നിന്ന് ഈ സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ, 90 ഡിഗ്രിയിൽ ഒരു വര വരച്ചാല് അത് ഈ സൈഡിനെ ഹാഫാക്കി മാറ്റും. കൂടാതെ ഇവിടെ വരുന്ന 2 ആംഗിൾ ഉണ്ട്, ഒന്ന് ഇപ്പുറത്തെ ആംഗിള്
ഒന്ന് ഇപ്പുറത്തെ ആംഗിള്. ആ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇങ്ങനെ പറയാം. ഇത് ഐസോസെലസ് ട്രയാങ്കിള്. ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈ സൈഡും ഈക്വല്. ആ രണ്ട് സൈഡ് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ കുത്തന ഒരു വര വരച്ചാൽ, പെർപെൻഡിക്കുലർ വരച്ചാൽ, പെർപെൻഡിക്കുലർ ഇവിടെ എത്ര ഡിഗ്രി ഉണ്ടാക്കണം? 90 ഡിഗ്രി ഉണ്ടാക്കണം. അങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ, ആ പെർപെൻഡിക്കുലർ ലംബം വരച്ചാൽ, ആ ലംബം ഈ സൈഡിന്റെ നീളത്തെ പകുതിയാക്കി മാറ്റും. ഓക്കെ. കൂടാതെ ഈ വരക്കുന്ന പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആയിട്ട് ഈ വരക്കുന്ന സാധനം ഈ ത്രികോണത്തിന്റെ ഈ രണ്ട് സൈഡ് ഈക്വൽ സൈഡ് മുട്ടുന്ന ആംഗിൾ ഉണ്ടായിരുന്നല്ലോ, അതിനെ നേരെ പകുതി ആക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മൾ എടുക്കുന്ന ഐസോസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇത് 5 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ എന്ന് വിചാരിക്കുക. അപ്പൊ ഐസോസെലസ് ട്രയാങ്കിൾ ആയി. അങ്ങനെ വരുന്ന സമയത്ത് ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്ക് കുത്തന ഒരു വര വരക്കുന്നു. അങ്ങനെ വര വരക്കുമ്പോ ഇത് ഇവിടുന്ന് ഇവിടത്തേക്ക് 8 സെന്റിമീറ്റർ ഉണ്ടായി എന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇവിടത്തേക്ക് 8 ഉണ്ടെങ്കിൽ ഇത് 4 മാറും, ഇത് 4 മാറും. ഒരു കാര്യം. അടുത്ത കാര്യം, ഈ ഫുൾ ആംഗിൾ ഉണ്ടായത് ഒരു 60 ഡിഗ്രി ആണ് എന്ന് കരുതുക. ഫുൾ ആംഗിൾ എങ്കിൽ ഈ വര കുത്തനെ വരക്കുമ്പോ അത് എത്രയാവും? 30 ഡിഗ്രി ആയിട്ട് മാറും എന്ന്. അപ്പോ ഇത് കുത്തനെ വരച്ചു കഴിയുമ്പോ സൈഡ് ഈക്വൽ ആവണം. കൂടാതെ ആംഗിളും എന്തായിട്ട് മാറുന്നു? പകുതിയായിട്ട് മാറുന്നു. അപ്പൊ ഈ ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം ആവും. നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് 90 ഡിഗ്രി ഉണ്ട്. ഇത് 90 ഡിഗ്രി, കാരണം കുത്തനെയാണ് വരക്കുന്നത് എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇത് 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് നോക്ക്, ഈ ആംഗിളും ഈക്വൽ ആണ്. എന്താണ് കാരണം? ഈ ആംഗിളും ഈക്വൽ ആവാനുള്ള കാരണം ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 5 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, ഇത് 5 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. നോക്ക്, ഇത് 90 ഡിഗ്രി ആണ്, ഇതും ഈക്വൽ ആണ്. അപ്പോ ഇതും എങ്ങനെയായിരിക്കും? തുല്യം. എങ്ങനെ മനസ്സിലായി? ഉദാഹരണത്തിന് ഈ ആംഗിള് ഒരു 50 ഡിഗ്രി ആണെന്ന് കരുതുക. ഈ ആംഗിള് ഒരു 50 ഡിഗ്രി ഉണ്ടെന്ന് കരുതുക. അപ്പൊ ഇത് എത്ര വരും? 50 ഡിഗ്രി വരും. നോക്കൂ കുട്ടികളെ, ഇത് 50 ആണെങ്കിൽ ഇതും എത്ര വരും? 50 ഡിഗ്രി. അപ്പൊ ഇത് 90 ഡിഗ്രി ഉണ്ടല്ലോ, കുത്തന ലംബല്ലേ വരച്ചത്, പെർപെൻഡിക്കുലറാ വരച്ചത്. അപ്പൊ 90ഉം 50ഉം 140 കഴിച്ചാൽ ഇതെത്ര വരും? 40 ഡിഗ്രി ഇത് വരും. 90 ഇത് 50 140 കഴിച്ചാൽ ഇതും എത്ര വരും? നമുക്ക് 40 ഡിഗ്രി വരും. കറക്റ്റ് അല്ലേ? അപ്പൊ എന്തായി? ഈ ആംഗിളുകൾ എത്ര വരും? 50-50 ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. നോക്കൂ, അപ്പൊ ഇനി മറ്റൊരു കാര്യം നമ്മൾക്ക് അറിയുന്നത്, ഈ സൈഡും ഈക്വൽ ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെ തെളിയിക്കാം? ഈ സൈഡ് രണ്ട് ത്രികോണത്തിലും ഉണ്ട്. ഈ സൈഡും ഈക്വൽ ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയോ നോക്കിക്കൊള്ളുക, ഈ ആംഗിളും ഇപ്പൊ ഈക്വൽ ആണെന്ന് കിട്ടിയല്ലോ. ഈ ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ ഒരു സൈഡ് മറ്റേ ത്രികോണത്തിന്റെ ഒരു സൈഡ് മറ്റൊരു സൈഡ്, അവയ്ക്കിടയിലുള്ള ആംഗിൾസ് ഈക്വൽ. അപ്പൊ ഈ ത്രികോണവും തുല്യം. ത്രികോണങ്ങൾ തുല്യമാകുമ്പോ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്താ അർത്ഥം? ഈ 40 ഡിഗ്രിക്ക് എതിരെ വരുന്ന സൈഡ് തന്നെ ആയിരിക്കും ഈ 40 ഡിഗ്രിക്ക് എതിരെ വരുന്ന സൈഡ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഈ തെളിയിക്കുന്ന കാര്യത്തിൽ ഉപരിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ പ്രത്യേകതകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എന്താണ് പ്രത്യേകത? ഒരു ഐസോസെലസ് ട്രയാങ്കിളിൽ നിന്ന് അതിന്റെ രണ്ട് ഈക്വൽ സൈഡ്സ് കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നിന്ന് നേരെ പെർപെൻഡിക്കുലർ തേർഡ് സൈഡിലേക്ക് വരച്ചാല് ആ തേർഡ് സൈഡിനെ ഈ പെർപെൻഡിക്കുലർ 50-50 ആയിട്ട് ഈക്വൽ പാർട്ടായിട്ട് ബൈസെക്ട് ചെയ്യും. രണ്ട് ഈക്വൽ പാർട്ടാക്കും. ഒരു കാര്യം.
കൂടാതെ ഈ വരക്കുന്ന ആംഗിള് ഈ ജോയിൻ ചെയ്ത ടോട്ടൽ ആംഗിളിനെ 50-50 പകുതി പകുതിയാക്കിയിട്ട് മാറ്റും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നതിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ട്രയാങ്കിൾ ആണ്, ത്രികോണമാണ് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ. ഓക്കെ, പേജ് നമ്പർ 35 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ 120 ഡിഗ്രി ആയാൽ 120 ഡിഗ്രി ആയാൽ മറ്റു കോണുകൾ കണ്ടുപിടിക്കുക. അപ്പൊ കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരും, ഈ 120 പറയുമ്പോൾ ഇതന്നെ ആവണം. എന്തുകൊണ്ടാണ്? ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് ആംഗിള് ഈക്വൽ ആയിരിക്കും. ഇത് 120 ഇവിടെ എഴുതിയാൽ ശരിയാവുമോ? 120 എഴുതിയാൽ ശരിയാവില്ലല്ലോ. ഇതിവിടെ 120, ഇത് 120 ആവണ്ടേ? അപ്പൊ ഒരിക്കലും ത്രികോണത്തിലെ 3 കോണുകളും കൂട്ടിയാൽ 180 അധികമായി പോകും. അതുകൊണ്ട് ഇത് ഏറ്റവും വലിയ ആംഗിളാണ് 120 ഡിഗ്രി. അത് ഇവിടെ വന്നു. ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെട്ടെ, ഇതിന് ഞാൻ തൽക്കാലം ABC ഞാൻ പേര് കൊടുക്കുന്നു. പേര് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. 120 ഡിഗ്രി. അപ്പോ ഈ സൈഡും ഈക്വൽ ആയിട്ട് എടുത്താല് ഈ ആംഗിളും ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ 3 കൂട്ടിയാൽ 180 ആണ്. അപ്പൊ ഇത് 120 കുറച്ചാൽ ഇത് രണ്ടും കൂട്ടിയതാണ് നമുക്ക് കിട്ടുക. നോക്കാം, 180 നിന്ന് 120 കുറക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 60. ഈ 60 ആണ് ഇത് രണ്ടാൾക്കും കൂടി വരുന്നത്. അപ്പൊ ഒരാൾക്ക് എത്ര വരും? നോക്ക്, 30. അപ്പൊ ഇതിന്റെ ആൻസർ 30 ഡിഗ്രി. ഇതിന്റെ ആൻസർ 30 ഡിഗ്രി. ഇതിന്റെ ചിത്രം വരച്ചത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കുക. ഒരാംഗിൾ 120 ഡിഗ്രി തന്നിന്, അത് അവിടെ എഴുതി വെച്ചു. ഇതാവില്ല, താഴെ വരില്ലല്ലോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് സൈഡ് ഈക്വൽ. അപ്പോൾ ഈ ആംഗിളും നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. പേജ് 35 രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യത്തിന്റെ ചിത്രങ്ങളാണ് ഇത്. ഓക്കെ, രണ്ടാമത്തെ ചിത്രം എന്താണെന്ന് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഒരു വൃത്തത്തിന്റെ കേന്ദ്രവും വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളും യോജിപ്പിച്ച് ഒരു ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ സെന്റർ ഓഫ് ദ സർക്കിളും 2 പോയിന്റ്സ് ഓൺ ദ സർക്കിളും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഈച്ച് ആംഗിൾ ഓരോ കോണും എത്ര എന്ന് കണ്ടുപിടിക്കലാണ് ചോദ്യം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം ഇത് ഏത് തരത്തിലുള്ളതാണോ എന്താണോ ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോ ഇത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇതെന്താണ്? റേഡിയസ് ആണ്. അപ്പോ ആരങ്ങൾ തുല്യാന്നല്ലോ. അപ്പൊ ഈ സൈഡും ഈക്വൽ ആണെന്ന് എഴുതാലോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുള്ള ഒരു ത്രികോണം നമുക്ക് തന്നിട്ടുണ്ട്. ആ ത്രികോണത്തിൽ ഈ സൈഡും ഈക്വൽ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുമ്പേ ചെയ്ത ചോദ്യങ്ങളെ പോലെ നമുക്ക് ഈ 3 കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണല്ലോ. അതിൽ ഈ ഒരു 60 കഴിച്ചാല് ബാക്കി നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി കിട്ടും. എവിടെ? ഈ രണ്ട് കോണുകളും കൂട്ടിയാല്. ഓക്കെ, അത് രണ്ടും തുല്യമായിരിക്കും. കാരണം എന്താ? ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും. അപ്പോ അതിനെ 50-50 ആക്കിയാൽ മതിയല്ലോ. അപ്പൊ 60 ഡിഗ്രി കിട്ടും ഓരോ ആംഗിളും. ഓക്കെ, 60 ഡിഗ്രി. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വൺ വേർഡ് ആയിട്ടും ക്വസ്റ്റ്യൻ വരാം. അതായത് ശ്രദ്ധിക്കുക, മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു സർക്കിളിന്റെ സെന്ററിൽ വരുന്ന രീതിയിൽ ഒരു സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ട് അത് 60 ഡിഗ്രി ആണ് എങ്കിൽ ശ്രദ്ധിക്കുക, അതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, 60 ഡിഗ്രി ആണെങ്കിൽ ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വൃത്തത്തിലെ 3 ബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. കൂടാതെ സെന്ററിൽ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നിട്ടുള്ള ആംഗിളുകൾ ഇത് 110 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇത് 120 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഈ മൂന്നാമത്തെ ഈ ആംഗിൾ എത്രയാണ് എന്നതാണ് ഒരു ചോദ്യം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ അറിയേണ്ട കാര്യം, വൃത്തത്തിൽ നമുക്ക് ആകെ വരുന്നത് എത്ര ഡിഗ്രി അറിയോ? 360 ഡിഗ്രിയാണ്. അതെങ്ങനെ മനസ്സിലായി?
നോക്ക്, ഇത് പ്രൊട്രാക്ടറിനെ പോലെ 180 ഡിഗ്രി 180 ഡിഗ്രി. അപ്പൊ 360 ഡിഗ്രിയാണ് വൃത്തം ഫുള്ള് വരിക. അപ്പൊ ഈ വൃത്തം ഫുള്ള് വരുന്നത് പോലെ 110 120 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു സർക്കിൾ ഫുള്ളായി. അപ്പൊ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 110ഉം 120ഉം കൂടെ കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 230 കിട്ടും. അപ്പൊ ടോട്ടൽ എത്രയാണ്? ടോട്ടല് 360 ആണ്. ആ 360ൽ നിന്ന് ഈ 230 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 130 ഡിഗ്രി കിട്ടും. ഏത്? ഈ ആംഗിള് 130 ഡിഗ്രി കിട്ടും. ഫുള്ള് 360 ആണ്. നിങ്ങൾ ഓർമ്മിക്കണം കേട്ടോ. സർക്കിളിന്റെ വൃത്തത്തിന്റെ ഫുള്ള് ഡിഗ്രി എത്രയാണ്? വൃത്തം അളവ് ഡിഗ്രി എത്രയാണ്? 360 ഡിഗ്രി. ഈ പോയിന്റ് ഓർമ്മിച്ചാൽ ഇതിന്റെ ഇത് കിട്ടി. അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഈ ത്രികോണത്തിന്റെ ഓരോ ആംഗിളും കണ്ടുപിടിക്കുക എന്നാണ്. ഈ വലിയ ത്രികോണത്തിന്റെ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളും കണ്ടുപിടിക്കുക. അതിന് ഞാൻ എ കൊടുക്കാം, ഇതിനെ ബി കൊടുക്കാം, ഇതിനെ സി കൊടുക്കുക. കുട്ടികൾ നോക്കൂ, ഇതിന്റെ ഈ പോയിന്റിനെ ഞാൻ ഒ എന്ന് എഴുതിയാല്, ഏത് പോയിന്റിനാ? ഇതിന്റെ സെന്ററിന് ഒ എന്ന് എഴുതിയാല് ട്രയാങ്കിള് എഒ ബി ഉണ്ട്, എഒ ബി ഉണ്ട്. ട്രയാങ്കിള് എഒ സി ഉണ്ട്, എഒ സി ഉണ്ട്. പിന്നെ ട്രയാങ്കിള് മൂന്നാമത്തത് ബി ഒ സി ഉണ്ട്, ട്രയാങ്കിള് ബി ഒ സി ഉണ്ട്. അപ്പോ ഇതിന്റെ എല്ലാം ഓരോരോ ആംഗിളും നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ടോട്ടൽ വലിയ ത്രികോണത്തിന്റെ ആംഗിൾ കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. എ ഒ ബി നോക്കുക. എഒ ബി എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ നോക്കിയാൽ, ആ ചിത്രം മാത്രം ഞാൻ വരക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. അപ്പൊ ഇത് സെന്റർ ആണ്, ഇത് രണ്ടും റേഡിയസ് ആണ്. നോക്കിയാൽ ഇവിടുന്ന് ഇവിടത്തേക്ക് ആരം, ഇവിടത്തേക്കും ആരാണ്. ആരങ്ങൾ തുല്യാണ്. അതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ ആയിട്ട് വരും. അപ്പോ ഇതില് ഒരാംഗിൾ എത്ര തന്നിട്ടുണ്ട്? ഇത് തന്നിട്ടുണ്ട് 110 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇത് രണ്ടും തുല്യമാണ്. അപ്പൊ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരും? ഇത് രണ്ടും കൂട്ടിയാൽ 70 ഡിഗ്രി വരും. 110ഉം 70 രണ്ടും കൂടെ കൂട്ടി 70. അപ്പൊ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഓരോന്നും എത്ര കിട്ടും? 35 ഡിഗ്രി 35 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ത്രികോണം എഒ ബിയിലത്തെ ആംഗിള് ഇവിടെ നമുക്ക് 35 ഡിഗ്രി കിട്ടി. ഇതും എത്ര കിട്ടി? 35 ഡിഗ്രി. അതുപോലെ ഇത് 120 ആണ്. 120 ആവുമ്പം ഇത് രണ്ടും കൂടെ കൂട്ടിയാല് 60 കിട്ടും. ഇത് രണ്ടും കൂട്ടിയാൽ 60. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ആരല്ലേ? ഇതേ പ്രത്യേകത ഇവിടെയും വരുന്നതുകൊണ്ട് 60ന് എന്ത് ചെയ്താൽ മതി? 50-50 ആക്കിയാൽ മതി. അപ്പൊ അത് 30 കിട്ടും. അതേ പ്രത്യേകത തന്നെ താഴത്തെ ത്രികോണത്തിൽ എടുത്താൽ ഇത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 130 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 180ൽ നിന്ന് 130 കുറച്ചാൽ ബാക്കി നമുക്ക് 50 കിട്ടും. 50നെ പകുതിയാക്കിയ 25. അപ്പൊ ഇതെത്ര കിട്ടി? 25. ഇതും എത്ര കിട്ടി? 25 കിട്ടി. അപ്പൊ ഇനി വലിയ ത്രികോണത്തിന്റെ ആംഗിൾ എഴുതാൻ പറ്റും. നോക്കൂ കുട്ടികളെ, ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് എത്ര വരും? 35ഉം 30ഉം കൂട്ടിയാൽ മതി. 35 + 30 നമുക്ക് കിട്ടും 65 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടും 35ഉം 25ഉം കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി. ആംഗിൾ സി നമുക്ക് കിട്ടും 30ഉം 25ഉം കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 55 ഡിഗ്രി. ഇനി വെരിഫൈ ചെയ്യുക, ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ 180 കിട്ടുന്നുണ്ടോന്ന് നോക്ക്. 65ഉം 55ഉം 120, 120ഉം 60, 180. അപ്പൊ നമുക്ക് 3 ആംഗിളുമായി. ഇതിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. വൃത്തത്തിന്റെ മുഴുവൻ കോണും കൂട്ടിയാൽ 360ൽ നിന്നാണ് ഈ 130 കിട്ടിയത്. പിന്നെ 2 സൈഡ് ഈക്വൽ ആവുമ്പോൾ താഴെ വരുന്ന 2 കോണുകളും തുല്യമായിരിക്കുന്നതിൽ പ്രത്യേകത ഓർമ്മിക്കണം. ഓക്കെ. നാലാമത് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. 2 ത്രികോണങ്ങളുടെ ചിത്രങ്ങൾ. ഇവയുടെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. ഈ ത്രികോണത്തിന്റെയും ഈ ത്രികോണത്തിന്റെയും. നമുക്ക് ആദ്യം ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ ത്രികോണത്തിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ നിങ്ങൾക്കറിയാം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ അര ഗുണിക്കണം പാദം ഗുണിക്കണം ഉയരമാണ് വരിക. അപ്പൊ ഇവിടെ നമുക്ക് ബേസ് ഇവിടെ ഉണ്ട്, പക്ഷെ എന്തില്ല? ഹൈറ്റ് ഇല്ല. നോക്കൂ, ഇത് ഇവിടെ ഇല്ല. അപ്പോ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്.
നമ്മൾക്ക് തന്നിട്ടുണ്ട് ഇതും 5 സെന്റിമീറ്റർ, ഇതും 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെന്ത് ട്രയാങ്കിൾ ആണ്? ശ്രദ്ധിക്കുക, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണം ആയെങ്കിൽ ഇവിടുന്ന് നേരെ കുത്തന ഇങ്ങനെ വരക്കുമ്പോൾ ഈ സൈഡുകൾ എന്താവും? പകുതി പകുതിയായിട്ട് മാറും, 50-50 ആയിട്ട്. അപ്പോൾ എത്ര വരും? ഇത് ഇങ്ങനെ വരക്കുമ്പോൾ 90 ഡിഗ്രിയിൽ താഴോട്ട് ഇങ്ങനെ കുത്തനെ വരച്ചാൽ ശ്രദ്ധിക്കുക, നമുക്ക് ആ ചിത്രം, ഞാൻ വരച്ച ചിത്രം കുറച്ച് ഇങ്ങനെ ആയതാണ് ഒരു ഇത്. ഓക്കെ, ഇങ്ങനെയാണ് ആ ചിത്രം എന്ന് വിചാരിക്കുക. എന്തുണ്ടാവും? അതായത് രണ്ടും പകുതി പകുതിയായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ 8 സെന്റിമീറ്റർ എത്രയായി മാറും? 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആയി മാറും. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ അറിയേണ്ടത് കുത്തന ഒരു പെർപെൻഡിക്കുലർ വരക്കാൻ, ലംബം വരക്കാൻ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി അറിയേണ്ടത് ഇത് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ നോക്കൂ, ഈ ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഒരു മട്ട ത്രികോണമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. അത് ആ ത്രികോണം മാത്രം ഞാൻ വരച്ചാൽ ആ ത്രികോണം ഈ തരത്തിലുണ്ടാവും. ഇത് 4 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ. അങ്ങനെയാണ് എങ്കിൽ പൈതഗോറസിന്റെ തിയറം പ്രകാരം നിങ്ങൾ 7ാം ക്ലാസ്സിൽ ലാസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ എന്താ വഴി? 5ന്റെ സ്ക്വയറിൽ നിന്ന് 4ന്റെ സ്ക്വയർ കുറച്ചാൽ 25, 5ന്റെ സ്ക്വയർ 25, 4ന്റെ സ്ക്വയർ 16. ഈ സൈഡിന്റെ സ്ക്വയറിൽ നിന്ന് ഈ സൈഡിന്റെ സ്ക്വയർ വർഗം എന്ത് ചെയ്യാം? കുറച്ചാല് 25ന്ന് 16 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 9. 9 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ ആണ്? 3ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇത് നമുക്ക് സൈഡ് 3 എന്ന് കിട്ടും. ഇതിന്റെ ഏരിയ നമുക്ക് കിട്ടും, പരപ്പളവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരപ്പളവ് നമുക്ക് കിട്ടും 3 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ എന്ത് കിട്ടും? ഏറ്റവും വലിയ സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസും ബേസും തന്നാല്, കർണവും പാദവും തന്നാല് നമുക്ക് ലംബം കണ്ടുപിടിക്കാനുള്ള വഴി പഠിച്ചിട്ടുണ്ട്. കർണത്തിന്റെ സ്ക്വയറിൽ നിന്ന് പാദത്തിന്റെ സ്ക്വയർ കുറച്ചാല് ലംബത്തിന്റെ സ്ക്വയർ കിട്ടും. ഓർമ്മിച്ച് വെക്കണേ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം ഈ സൈഡ് നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അതായത് ഈ സൈഡ് 3, ഇത് 3 ആവുമ്പോൾ ഇത് 3. ഈ ചിത്രമാണല്ലോ ഞാൻ ഇവിടെ വരച്ചത്, ഇത് 3 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാം. എന്താണ് ഏരിയ? നോക്കിയോളൂ. ഏരിയ ഈക്വൽ ടു, ഏരിയ മീൻസ് മലയാളത്തില് പരപ്പളവ്. അതെന്താണ് വരിക? അര ഇൻറ്റു ബേസ്. ബേസ് എത്രയാണ്? ടോട്ടൽ ബേസ് ഉള്ളത് 8 ഇൻറ്റു പാദം 8 ഇൻറ്റു ഉയരം എത്ര വരും? 3 എന്ന് വരും. അപ്പോൾ നമ്മൾക്ക് ഉത്തരം 8നെ 2ൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം 4 തവണ. 1 ഇൻറ്റു 4 ഇൻറ്റു 3 നോക്കെ, 1 ഇൻറ്റു 4 ഇൻറ്റു 3 സമം 12. 1 4 4 3 12 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ കിട്ടും ഇതിന്റെ പരപ്പളവ്. ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതേപോലെയുള്ള ചോദ്യമാണ് താഴെയുള്ളത്. അതുകൊണ്ട് ഇതും ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്ന ത്രികോണത്തിന് ആദ്യം മനസ്സിലാക്കുക ഒരു സമപാർശ്വ ത്രികോണം ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇവിടുന്ന് നേരെ കുത്തനെ വരച്ചാലുള്ള പ്രത്യേകത മനസ്സിലാക്കുക. എന്താണ്? ഈ സൈഡിനെ, അതായത് ഈ തന്നിരിക്കുന്ന ഈ ഫുൾ നീളത്തിനെ ഇത് പകുതി പകുതിയാക്കിയിട്ട് മാറ്റും എന്നുള്ളൊരു പ്രോപ്പർട്ടി ഈ വീഡിയോയിൽ തന്നെ ആദ്യം കുറച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായി? ഈ 6 സെന്റിമീറ്റർ എത്രയായി? ഇത് 3 സെന്റിമീറ്റർ ആയി. ഇത് 3 സെന്റിമീറ്റർ ആക്കി മാറ്റും. 6 സെന്റിമീറ്ററിനെ 3 3 ആക്കി മാറ്റും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഏരിയ കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? ഈ ബേസിനെ ഈ ഹൈറ്റ് കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ബേസ് 6 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് അറിയില്ല. അപ്പൊ ഇത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. ഏത്? ഈ റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്താ വരിക? ഇത് 5 ഉണ്ട്, ഇത് 3 ഉണ്ട്. അപ്പൊ 5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക 25, 3ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക 9. അപ്പോൾ ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 25ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് മാത്രമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇതിന്റെ സ്ക്വയറും ആഡ് ചെയ്തിട്ടാണ്, കൂട്ടിയിട്ടാണ് കണ്ടുപിടിക്കുക. എന്നാൽ ഹൈപ്പോട്ടന്യൂസ് തന്നാല്, കർണം തന്നാല് ഈ ഏതെങ്കിലും വശം കണ്ടുപിടിക്കാൻ പറഞ്ഞാല് സ്ക്വയറുകൾ കണ്ടിട്ട് കുറക്കുകയാണ് വേണ്ടത്. ഓർമ്മിച്ചു വെക്കുക കേട്ടോ. അപ്പൊ 25ന്ന് എത്ര കുറക്കുക? 9 കുറക്കുക. നമുക്ക് എത്ര കിട്ടും? 16. ശ്രദ്ധിക്കുക, 16
ആരുടെ സ്ക്വയർ ആണ്? 4ന്റെ സ്ക്വയർ ആണ്. ശ്രദ്ധിക്ക്. അപ്പോൾ ഈ സൈഡ് നമുക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. നോക്കൂ, 3ന്റെ സ്ക്വയറും 4ന്റെ സ്ക്വയറും കൂട്ടിയാൽ നമുക്ക് 5ന്റെ സ്ക്വയർ കിട്ടും. 9ഉം 16ഉം 5ന്റെ സ്ക്വയർ 25. ഓക്കെ, അപ്പൊ ഈ സൈഡ് 4. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഹാഫ് ഇൻറ്റു പരപ്പളവ്. ഏരിയ മീൻസ് പരപ്പളവ്. ഓക്കെ, എന്താണ് വരിക? അര ഇൻറ്റു അര ഫോർമുലയിലാണ് അര കേട്ടോ. ഇത് ഫോർമുലയാണ്. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇല്ല, സൂത്രവാക്യാണ്. ഓക്കെ, അര ഇൻറ്റു ബേസ് എത്രയാണ് തന്നത് ചോദ്യത്തില്? 6 ഇൻറ്റു ഹൈറ്റ് ഇപ്പൊ കിട്ടിയത് 4. നോക്കൂ, ഈ 2 നമുക്ക് 6 തടയാം. 3 3 2 6 ആണല്ലോ. ഓക്കെ, 1 ഇൻറ്റു 3 3 3 ഇൻറ്റു 4 നമുക്ക് ആൻസർ കിട്ടും 12. യൂണിറ്റ് സെന്റിമീറ്ററിലായതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ള ആൻസർ. മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ, മലയാളത്തിലാണെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ, ഇംഗ്ലീഷിലെ സ്ക്വയർ സെന്റിമീറ്റർ എന്നും എഴുതാം. ഓക്കെ, 5th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട് ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ 70 ഡിഗ്രിയാണ്. ഒരു കോൺ, ശ്രദ്ധിക്കണം, ഒരു കോൺ 70 ഡിഗ്രിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതായത് വൺ ആംഗിൾ 70 ഡിഗ്രി. അപ്പോ ആ ട്രയാങ്കിളിന്റെ മറ്റ് ആംഗിൾസിനെ കുറിച്ചിട്ട്, മറ്റ് കോണുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയുന്നതാണ്? ഒരു കോൺ തന്നിട്ടുണ്ട് 70 ഡിഗ്രി എങ്കിൽ മറ്റ് ആംഗിൾസ്, അതർ ആംഗിൾസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാൻ കഴിയുക എന്നാണ്. നോക്കൂ കുട്ടികളെ, 70 ഡിഗ്രി ഒരു കോൺ തന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വരാം? ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ? ഞാനിപ്പോ ഇവിടെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എഴുതിയിട്ടുണ്ട്. ഐസോസെലസ് ട്രയാങ്കിൾ എഴുതിയാല് നോക്കൂ, ഇത് 70 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് എങ്ങനെ വരും നോക്കിയാൽ? ഇതെങ്ങനെ വരും? 180ൽ നിന്ന് 70 കുറക്കുക. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുമല്ലോ. അത് 110 കിട്ടി. 110 കിട്ടിയാൽ എന്തൊക്കെ വരാം? 110ന്റെ പകുതി 55 55 എന്ന് വരാം. ഓക്കെ, അപ്പോൾ ഇത് കിട്ടുന്നത് 55 ഡിഗ്രി കിട്ടും. ഇത് കിട്ടുന്നത് 55 ഡിഗ്രി കിട്ടും. അപ്പൊ ഒരു കോൺ 70 ഡിഗ്രി ആയാൽ 55 എന്നുള്ള ഡിഗ്രി കിട്ടും. ഒരു ഐഡിയ. അപ്പൊ അതർ ആംഗിൾസ് എത്ര എഴുതാം? ടൈപ്പ് 1 ആണ്. ഒരു ടൈപ്പ് വരുമ്പോൾ അതർ ആംഗിൾസ് മറ്റ് കോണുകൾ ഇപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? മറ്റു കോണുകൾ കിട്ടിയത് 55 ഡിഗ്രി. നോക്കൂ, 70 ഡിഗ്രി വന്നാൽ ഈ രണ്ടും മാത്രമാണോ ആംഗിൾസ് ആയിട്ട് വരിക? അതാണ് ഇത് ഇവിടെ ചോദ്യത്തിന്റെ പ്രത്യേകത. അതായത് 70 ഡിഗ്രി വരുമ്പോൾ ഇത് 70 ആണെങ്കിൽ ഈ രണ്ട് സൈഡും ഈക്വൽ സൈഡായിട്ടാണ് വരുന്നതെങ്കിൽ ഇത് രണ്ടും 55 വരാം. ഇത് 70 ഡിഗ്രി വരുന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരുന്നത് ഇതാണ് 70 ഡിഗ്രി വരുന്നെങ്കിൽ ഇത് 55 വരാം. ഇനി നോക്ക്, ഈ സൈഡും ഈക്വൽ. ഇതിപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പില് ഈ സൈഡും ഈക്വൽ. ഇത് മാത്രമല്ലല്ലോ 70 ഡിഗ്രി വരാൻ പറ്റുക, ഇതും 70 ഡിഗ്രി വരാലോ. ഇത് 70 ഡിഗ്രി വരുമ്പം ഈ ഓപ്പോസിറ്റ്, ഇത് രണ്ട് ഈക്വൽ സൈഡ്സ് ആണെങ്കിൽ അതിന്റെ താഴെ വരുന്ന രണ്ട് ആംഗിളും 70 ആയിരിക്കും അല്ലെ. ഇത് 70 ആയിരിക്കും, ഇതും 70 ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ അപ്പൊ എത്ര കിട്ടും? 70 കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും 140. ഇത് രണ്ടും കൂട്ടിയാൽ 140. അപ്പൊ മൂന്നും കൂട്ടിയാൽ 180 അല്ലേ. സം ഓഫ് 3 ആംഗിൾസ് 180 ആണ്. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് എത്ര കിട്ടും? 40 ഡിഗ്രി കിട്ടും. നോക്കൂ കുട്ടികളെ, അപ്പോഴ് രണ്ടാമത്തെ കേസ് നമുക്ക് കിട്ടി. വൺ ആംഗിള് 70 ഡിഗ്രി ആണ് എങ്കിൽ, ഒരു കോൺ 70 ഡിഗ്രി ആണെങ്കിൽ എന്തുകൂടെ വരാം? ഈ പറഞ്ഞ കണ്ടീഷൻ മാത്രമല്ല വരാം, അതർ ആംഗിൾസ് ഏതെല്ലാം വരാം? അതർ ആംഗിൾസ് മറ്റ് കോണുകള് ഏതൊക്കെ വരാം? നോക്കൂ, ഏതൊക്കെ വരാം? ഒരു ഡിഗ്രി, ഒന്ന് 70 ഡിഗ്രി ആണെങ്കിൽ മറ്റേ ആംഗിൾസ് എന്തെല്ലാം വരാം? 70 ഡിഗ്രിയും വരാം. പിന്നെ മൂന്നാമത്തേത് എത്ര വരാം? 40 ഡിഗ്രിയും വരാം. 70 ഡിഗ്രിയും വരാം, 40 ഡിഗ്രിയും വരാം.
ഓക്കെ, ഇതാണ് ഇവയുടെ പ്രത്യേകത. ഇനി വേറൊരു തരത്തിൽ നമുക്ക് വരക്കാൻ കഴിയില്ല. അപ്പൊ 70 ഡിഗ്രി 70 ഡിഗ്രി ഒരു ആംഗിൾ വരുമ്പോൾ ഇത് മാത്രല്ല വരിക. 70 വരുമ്പോൾ 55 മാത്രല്ല മറ്റേ ആംഗിൾ വരിക, 70ഉം 40ഉം വരുന്ന രീതിയിലും വരാൻ പറ്റും. ആ രണ്ട് ചിത്രങ്ങളും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. 70 വരുമ്പോൾ 55 70 മുകളിൽ വരും. 70 വന്നിട്ട് ഇത് 70 വരുമ്പം എന്ത് വരും? താഴെയായിരിക്കും. രണ്ട് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ഈ രണ്ട് സൈഡ് തന്നെ ഇട്ടിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാവും. അപ്പൊ 70 ഇവിടെയും കൊടുക്കുക, 70 ഇവിടെയും കൊടുക്കുക, ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെയും കൊടുക്കുക. അപ്പം വേറൊരു തരത്തിലുള്ള ആംഗിൾസ് നമുക്ക് കിട്ടും. ഐഡിയ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. 6th ക്വസ്റ്റ്യൻ. വൺ ആംഗിൾ 70 ഡിഗ്രി വൺ സൈഡ് 8 സെന്റിമീറ്റർ ആകുന്ന ടൈപ്പിലുള്ള ഐസോസെലസ് ട്രയാങ്കിള് ഡിഫറെന്റ് ടൈപ്പ് ഡിഫറെന്റ് മെഷർമെന്റ്സ് ഉള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ഷേപ്പുകളുള്ള എത്ര ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ടാക്കാം? അതായത് ഒരു കോൺ 70 ഡിഗ്രിയാണ്. അതിൽ ആ ചിത്രത്തില് ഐസോസെലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണത്തില് ഒരു കോൺ 70 ഡിഗ്രി വരണം, ഒരു വശം 8 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള എത്ര വ്യത്യസ്ത രൂപത്തിലുള്ള ത്രികോണങ്ങൾ വരക്കാൻ പറ്റും നോക്കാം നമുക്ക്. അപ്പോ 70 ഡിഗ്രി ആംഗിൾ വന്നു, നമ്മൾ നേരത്തെ വരച്ചത് മാതിരി നമുക്ക് അതിനെ വരക്കാം. എങ്ങനാ? 70 ഡിഗ്രി വരുമ്പോ എങ്ങനെ വരാം? 70 ഡിഗ്രി എന്ന് പറയുമ്പോ ശ്രദ്ധിക്കൂ കുട്ടികളെ, ഇത് 70 ഡിഗ്രി വരാം. ഇത് 70 ഡിഗ്രി വരുമ്പോ ശ്രദ്ധിക്കേ, അന്നേരം ഇത് നേരത്തെ പറഞ്ഞ മാതിരി ഓർമ്മയുണ്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. എഴുതി വെക്കണം നിർബന്ധമൊന്നുമില്ല. 70 വരുമ്പോ നമുക്ക് എത്ര കിട്ടും? 110, 55, 55 ഇത് എഴുതണം എന്നൊന്നുമില്ല. പക്ഷെ ഞാൻ വെറുതെ ഒന്ന് എഴുതി വെച്ചു മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു കോൺ 70 ഡിഗ്രി 8 സെന്റിമീറ്റർ ഏടെ വരാം? ഇത് 8 സെന്റിമീറ്റർ ആവാം. അപ്പോ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 8 സെന്റിമീറ്റർ വരുന്ന രീതിയിലുള്ള ഒരു ചിത്രം ഉണ്ടാവാം. ഇനി 70 ഡിഗ്രി തന്നെ എങ്ങനെ വരാം? നോക്കൂ കുട്ടികളെ, 70 ഡിഗ്രി തന്നെ നമുക്ക് എങ്ങനെ വരാം? ഇങ്ങനെ വെച്ചിട്ട് നോക്ക് പറഞ്ഞുതരാം. ഇങ്ങനെ വെച്ചിട്ട് ഇത് 70 ഡിഗ്രി. ഓക്കെ, ഇത് 70 ഡിഗ്രി വരിക. അപ്പോ ഈ സൈഡ് എത്ര വരാം? 8 സെന്റിമീറ്റർ വരാം. നേരത്തെ വന്നത് എങ്ങനെയാണ്? 70 ഡിഗ്രി വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് 8 സെന്റിമീറ്റർ വന്നത്. ഇതിപ്പം ഒരു ആംഗിൾ 70 ഡിഗ്രി വന്നു. അപ്പൊ ഇവിടെ 8 സെന്റിമീറ്റർ വരാം. നോക്ക്, ട്രയാങ്കിൾ ഉണ്ടാവൂലേ? ഇവിടെയും 70 ഡിഗ്രി വരും, ഇവിടെയും എത്ര? 140 വെച്ച് 40 വേണം. ഇത് ഈ ആംഗിൾ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ഇത് മാത്രം വരച്ചാൽ മതി. 70 ഡിഗ്രിയും ഈ 8 സെന്റിമീറ്റർ മാത്രം വരച്ച് ചിത്രത്തെ തന്നാൽ മതി. അപ്പൊ ഈ ഒന്നാമത്തെ ചിത്രത്തില് 70 ഡിഗ്രി ടോപ്പിൽ വന്നു, അതിന്റെ ഓപ്പോസിറ്റ് വന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ 70 ഡിഗ്രി സൈഡിൽ വന്നു, ഈ താഴെ വന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇതിന് ഓപ്പോസിറ്റ് അല്ല 8 വരുന്നത്, ഇവിടെ 8 വന്നു. ഓക്കെ, അപ്പൊ 70 ഡിഗ്രി വന്നിട്ടുള്ള ഈ മോഡല് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എങ്ങനെ വരാം? അപ്പൊ ഒരു 70 ഡിഗ്രി വെച്ചിട്ട് നമ്മൾക്ക് ഈ ടൈപ്പില് നമുക്ക് ഒന്നത് കട്ട് ചെയ്യണം. യെസ്. 6th ക്വസ്റ്റ്യൻ. വൺ ആംഗിൾ 70 ഡിഗ്രി വൺ സൈഡ് 8 സെന്റിമീറ്റർ. ഒരു കോൺ 70 ഡിഗ്രി, ഒരു വശം 8 സെന്റിമീറ്റർ ആയിട്ടുള്ള ഐസോസെലസ് ട്രയാങ്കിള് എത്ര ഡിഫറെന്റ് ഷേപ്പിലുള്ളത്, ഡിഫറെന്റ് ഫോംസിലുള്ളത്, എത്ര എണ്ണം വ്യത്യസ്ത രൂപത്തിലുള്ള എത്ര ത്രികോണങ്ങൾ വരക്കാൻ പറ്റും? അതിൽ വരേണ്ട അളവുകൾ ഈ തരത്തിൽ ആയിട്ട് ഒരു ആംഗിൾ അതിൽ 70 ഡിഗ്രി ഉണ്ടായിരിക്കണം, ഒരു സൈഡ് 8 സെന്റിമീറ്ററും ആയിരിക്കണം. ഈ എത്ര തരത്തിൽ വരക്കാൻ പറ്റും? അപ്പൊ നമ്മൾക്ക് ആദ്യം നോക്കാം. നമ്മൾ നേരത്തെ അപ്പുറത്തെ ഒരു ചോദ്യത്തിൽ നമ്മൾ 70 ഡിഗ്രിയുടെ ഒരു ചോദ്യം നമ്മൾ കണ്ടിരുന്നു. 70 ഡിഗ്രിയുടെ ആ 70 ഡിഗ്രിയുടെ ചിത്രം നമ്മൾ വരച്ചപ്പോൾ നോക്കൂ കുട്ടികളെ, 70 ഡിഗ്രി നമ്മൾ വരച്ചപ്പോൾ നോക്ക്, ഇത് 70 ഡിഗ്രി ആവാം. ഇത് 70 ഡിഗ്രി ആകുമ്പം ഇത് എത്രയാവും? ബാക്കി 110 വരും, 55 വരും. ഓക്കെ, അത് താഴെയുള്ള വരും. അപ്പൊ ഇത് 70 ഡിഗ്രി വന്നിട്ട് ഇവിടെ 8 സെന്റിമീറ്റർ ഉള്ള ഒരു ചിത്രം വരാം. അപ്പൊ ഇത് വരല് 55 ആയിരിക്കും. ഓക്കെ,
110 വരുമല്ലോ. അപ്പൊ ഈ ഒരു ടൈപ്പ് ചിത്രം വരാൻ പറ്റും. ഇനി നമുക്ക് എന്ത് വരാൻ പറ്റും? ഇതേ ചിത്രത്തിൽ തന്നെ ശ്രദ്ധിക്കണം, ഇതേ ചിത്രത്തിൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് എന്ത് എടുക്കാൻ പറ്റും? ഇത് 70 ഡിഗ്രി ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് 8 സെന്റിമീറ്ററുള്ള വര വരക്കാൻ പറ്റും. ഈ സൈഡ് എത്ര? ഈ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ് 8 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റും. ഈ സൈഡ് 8 സെന്റിമീറ്റർ ആയിട്ടുള്ള വരക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എത്ര വരും? 55 ഡിഗ്രി, 55 ഡിഗ്രി. അപ്പൊ ഈ താഴെയുള്ള ഈ ആംഗിള് എഴുതണം നിർബന്ധമില്ല. അപ്പൊ എന്താണ് സംഭവിക്കുക? ഇവിടെ 70 ഡിഗ്രി വന്നിട്ട് ഇവിടെ 8 സെന്റിമീറ്റർ വരുന്ന ഒരു ചോദ്യം വരാം. പിന്നെന്ത് പറയാം? ഈ 70 ഡിഗ്രിയുടെ ഒരു ഹാൻഡ് തന്നെ, ഒരു കൈ തന്നെ 8 സെന്റിമീറ്റർ ആയിട്ട് വരച്ചിട്ട് ആവാം. ഓപ്പോസിറ്റ് സൈഡ് 8 സെന്റിമീറ്ററിൽ വരാം. ഈ ആംഗിളിന്റെ കൈ തന്നെ 8 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് ട്രയാങ്കിൾ വരക്കാൻ പറ്റും. അപ്പൊ അത് അങ്ങനെയായി. അപ്പൊ 70 ഡിഗ്രി വരുന്ന ഈ മോഡല് ഒരു ചിത്രം നമ്മൾക്ക് ആയിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഈ ടോപ്പിൽ മാത്രമല്ലല്ലോ 70 ഡിഗ്രി വരാൻ പറ്റുക, എവിടെയും നമുക്ക് വരാം, താഴെയും വരാം. നോക്കൂ കുട്ടികളെ, നമുക്ക് ഇങ്ങനെയുണ്ടെങ്കിൽ ഈ ടോപ്പിൽ മാത്രമല്ലല്ലോ 70 ഡിഗ്രി, ഇവിടെയും 70 ഡിഗ്രി വന്നൂടെ? ഓക്കെ, ഇവിടെ 70 ഡിഗ്രി വരുമ്പം ഇതും എത്രയായിരിക്കും? 70 ആയിരിക്കും. ഓക്കെ, നേരത്തെ പറയുമ്പം ഈ രണ്ട് ഈക്വൽ സൈഡിനാണ് 70 ഡിഗ്രി വന്നത്. ഇപ്പൊ പറഞ്ഞതോ ഈക്വൽ സൈഡിനല്ല, അത് ഇവിടെ ഉണ്ട്, ഈ ആംഗിൾ അല്ല, ഈ താഴത്തെ ആള് 70 ഡിഗ്രി വന്നു. അല്ലെങ്കിൽ ഒറ്റൊന്ന് മാത്രമാണ്, ഒറ്റൊന്ന് നമുക്ക് എഴുതാം. 70 വരുമ്പോ 70 70 40 എന്നാണ് വരിക. നിങ്ങൾ ഇത് ഫുൾ എഴുതാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. അപ്പൊ ഈ 70 ഇവിടെ വന്നാല് ഇതും 70 തന്നെ വരും. ഓക്കെ, ഇത് 40 വരും. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെ വരുമ്പം എന്ത് ചെയ്യാം? ഈ 70-ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് എത്ര എഴുതാം? 8 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ വരക്കാം. ഇനി നമുക്ക് എന്ത് വരക്കാം? ഇതേ ചിത്രത്തിൽ തന്നെ ഇതെന്താണ്? ഈക്വൽ സൈഡാണ് 8 സെന്റിമീറ്റർ ആയിട്ട് എഴുതിയത്. ഈ സൈഡും ഈക്വൽ ആയിട്ട് വരുമല്ലോ, അതാണ് ഇപ്പൊ 8 സെന്റിമീറ്റർ ആയിട്ട് എഴുതിയത്. അതേപോലെയുള്ള ട്രയാങ്കിൾ വരച്ചിട്ട്, ശ്രദ്ധിച്ചാൽ അതേപോലെയുള്ള ട്രയാങ്കിൾ വരച്ചിട്ട് ഇത് 70 ഡിഗ്രി ആയിട്ട് ഇതും അപ്പോൾ 70 ഡിഗ്രി ആയിരിക്കും. ഒരാംഗിൾ 70 ഡിഗ്രി നമ്മളോട് പറഞ്ഞാൽ രണ്ട് തരത്തിൽ വരക്കാം. ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് 40 ആയിരിക്കും. നേരത്തെ എന്താക്കിയത്? ഈക്വൽ സൈഡിൽ ഒരാളെയാണ് 8 സെന്റിമീറ്റർ എഴുതിയത്. ഇനി എന്താക്കാം? ഈ 270 വരുന്നതിന്റെ താഴെയും എത്ര വരാം? 8 സെന്റിമീറ്റർ. ഈ സൈഡിനും 8 സെന്റിമീറ്റർ ആവാം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് കുട്ടികളെ, ഇത് വരക്കുമ്പോൾ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. 70 മേലെ വരുന്ന രണ്ട് ചിത്രങ്ങൾ വരക്കുക, 70 താഴെ ബേസ് ആംഗിൾസ് ആയിട്ട് വരുന്ന രണ്ട് ചിത്രവും വരക്കുക. എന്നിട്ട് ഒന്നില് ഓപ്പോസിറ്റ് ആംഗിൾ സൈഡ് 8 കൊടുക്കുക, മറ്റേത് 70-ന്റെ അഡ്ജസന്റ് 8 കൊടുക്കുക. അപ്പോൾ ഇവിടെയും അതേപോലെ 70-ന്റെ ഓപ്പോസിറ്റ് 8 കൊടുക്കുക, 70-ന്റെ അഡ്ജസന്റ് 8 കൊടുക്കുക, താഴെ വരുന്ന സൈഡ് 8 കൊടുക്കുക. അപ്പൊ എത്ര തരത്തിലുള്ള ചിത്രം നമുക്ക് കിട്ടും? ഇവിടെ 2 കിട്ടും, ഇവിടെ 2 കിട്ടും. അപ്പൊ നമുക്ക് ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? ഈസി ആയി പറയാൻ പറ്റും. 4 ഡിഫറെന്റ് ഷേപ്സ് ആയിട്ടില്ല കിട്ടും. 4 ഡിഫറെന്റ് ഐസോസിലസ് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. ഐസോസിലസ് ട്രയാങ്കിൾ നമുക്ക് കിട്ടും. 4 വ്യത്യസ്തങ്ങളായിട്ടുള്ള 4 വ്യത്യസ്തങ്ങളായ ത്രികോണങ്ങൾ കിട്ടും. വ്യത്യസ്തങ്ങളായ ത്രികോണങ്ങൾ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പ്രിയപ്പെട്ട കുട്ടികളെ, ത്രികോണവുമായി ബന്ധപ്പെട്ട് സൈഡ് ഈക്വൽ ആയിട്ട് ത്രികോണങ്ങൾ ഈക്വൽ ആവുന്നത്, ഈക്വൽ സൈഡിനെതിരെയുള്ള ആംഗിൾസ് ഈക്വൽ ആകുന്നത് തുടങ്ങിയിട്ട് അവസാനം നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണത്തിൽ എത്തിച്ചേർന്നു. അതിന്റെ പ്രത്യേകത പറഞ്ഞു. 2 സൈഡ് ഈക്വല്, ആ സൈഡിന് തൊട്ട് താഴെ വരുന്ന ആംഗിൾസ് ഈക്വല്. പിന്നെ നമ്മൾ പറഞ്ഞത് അവിടെ കുത്തനെ വരക്കുമ്പം അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പകുതിയാവുന്ന കാര്യം പറഞ്ഞു. ആ ആംഗിൾ ഈക്വൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ, അത് ഒരാംഗിൾ തന്നിട്ട് മറ്റുള്ള ആംഗിൾസ് കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്നാണ് കരുതുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.